Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഗോകുനാണെങ്കിൽ മനസ്സിലാവും സാധാരണ രീതിയിൽ ആ ഗോമയോട് ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവനിപ്പോ സൂപ്പർ സൈൻ തേർഡ് ഫേസിലേക്ക് പോവാണ്. അത് കണ്ട് എല്ലാവരും ഷോക്കായി ഗോകുവിനെ തന്നെ നോക്കും. പ്രിൻസസ് ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അത് നമ്മുടെ ഗോകു ആണെന്ന് ചോദിക്കും. ആ സമയം വെജീറ്റയും ബ്ലൂ മാനും പിക്കലോയും എല്ലാവരും അവരുടെ അടുത്തേക്ക് ഒന്ന് ലാൻഡ് ആവുകയാണ്. പിക്കലോ, വെജീറ്റ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലെന്ന് ചോദിക്കും. അതിനവർ പറയും ഞങ്ങൾ ഓക്കെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഗോകുവിനെ നോക്കും. ഗോകു ആണെങ്കിൽ ടെററായിട്ട് ഗോമയെ നോക്കി നിൽക്കുകയാണ്. ഗോമയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും. ഗോമയാണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് പറയും, നിന്റെ ഈ ട്രാൻസ്ഫർമേഷൻ കണ്ടൊന്നും ഞാൻ ഭയക്കൊന്നും നീ കരുതണ്ട. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ ഫുൾ കലിപ്പിൽ അവന്റെ അടുത്തേക്ക് വന്ന് കൈ ചുരുട്ടി വയറ്റിൽ പഞ്ച് ചെയ്യും. ആ ഒരു പഞ്ചിൽ ഗോമയാണെങ്കിൽ ഛർദ്ദിച്ച് പുറകിലേക്ക് പോവുകയാണ്. പിന്നീട് വിട്ടുകൊടുക്കാതെ ഗോകു ആണെങ്കിൽ അവന്റെ പവറുകൾ അത് അറിഞ്ചം പുറഞ്ചം ഗോമയ്ക്ക് നേരെ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു പരിധി കഴിയുമ്പോൾ ഗോമയും ഇപ്പൊ തിരികെ ഗോകുവിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. ഗോകു ആണെങ്കിൽ ടെററായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ഇപ്പൊ എല്ലാവരും അവന് കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ്. കിങ് ബൈഡിയും അതുപോലെ തന്നെ ബോവും ഡൂവും അങ്ങനെ എല്ലാവരും അവന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ഡൂ ആണെങ്കിൽ വിളിച്ചു പറയും, ഞാൻ നോക്കിയിരിക്കാൻ തയ്യാറല്ല, കിങ് ഗോകുവിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ടാമഗാമിയോടൊപ്പം ഇപ്പൊ ആ ഗോമയുടെ അടുത്തേക്ക് വന്ന് അവർ രണ്ടുപേരും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ കോമയാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ബൂയെ അങ്ങനെ തട്ടിത്തെറിപ്പിക്കും. തട്ടുകിട്ടി ബോധം പോയ ഡൂവിന്റെ അടുത്തേക്ക് കൂ ആണെങ്കിൽ ഓടി വരും. നിനക്കുള്ള മറുമരുന്ന് അതിതാണെന്ന് പറഞ്ഞ് വലിയൊരു കുക്കി അവൻ ഇട്ട് കൊടുക്കുകയാണ്. ഉടനെ ഡൂ ആണെങ്കിൽ ആ കുക്കി ക്യാച്ച് ചെയ്ത് ഇപ്പൊ കടിച്ചു പറിച്ചു തന്ന് പവറിലേക്ക് കടന്നു വരും. ഗോകു ആണെങ്കിൽ അലറി വിളിച്ച് അവന്റെ സൂപ്പർ സൈൻ മോഡിലേക്ക് പോയത് കണ്ട ഡൂ ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് അവനും ഒരു പ്രത്യേക പവറിലേക്ക് പോകും. ഗോകു ആണെങ്കിൽ അവനോട് നീ റെഡിയല്ലേ ചോദിക്കും. അതിനവൻ റെഡിയാണെന്ന് പറഞ്ഞ് രണ്ടുപേരും പാഞ്ഞടുക്കും. ടോമയാണെങ്കിൽ ടാമഗാമിയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അതേ സമയം ഡൂ ആണെങ്കിൽ അവന്റെ കൈ വെച്ച് ഇപ്പോ കോമയെ ചുരുട്ടിയെടുക്കും. ആ സമയം ഗോകു ആണെങ്കിൽ അറിഞ്ചം പുറച്ചും അവനെ ആഞ്ഞെട്ടിക്കുകയാണ്. ഉടനെ ഡൂ അവനെ കറക്കി ദൂരേക്ക് വലിച്ചെറിയും. കൂ ആണെങ്കിൽ നിർത്താതെ അറിഞ്ചം പുറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് കൂവും അതുപോലെ തന്നെ സയന്റിസ്റ്റ് ലേഡിയും അവർ രണ്ടുപേരും രോമാഞ്ചം കൊള്ളും. പക്ഷെ അടുത്ത നിമിഷം തന്നെ കുക്കീസിന്റെ പവർ തീർന്ന് അവനാണെങ്കിൽ നോർമലായി മാറുകയാണ്. മറ്റൊരു ഭാഗത്ത് ടാമാകാമിയും ഗോകു ആണെങ്കിൽ നിർത്താതെ ആ കോമയെ അറ്റാക്ക് ചെയ്യും. പക്ഷെ കോമയാണെങ്കിൽ അവന്റെ ആ ഒരു വലിയ കണ്ണിൽ നിന്ന് വലിയൊരു പവർ കൊണ്ടുവന്ന് അവർ രണ്ടുപേരെയും ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. ആ ഒരു പവർ അവൻ ഗോകുവിന് നേരെ ആഞ്ഞടിപ്പിച്ച് അവനെ കയ്യിലെടുത്ത് അവന്റെ മുഖത്ത് മാറി മാറി അടിച്ച് ഗോകുവിനെ തല്ലി താഴെ ഇടുകയാണ്. ഗോകുവിനാണെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ത്രാണിയില്ല. അവൻ പതിയെ എഴുന്നേൽക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ അടിച്ച് താഴേക്ക് വീഴും. ജീറ്റയ്ക്കാണെങ്കിൽ അത് നോക്കി നിൽക്കാനാവില്ല. ഗോകുവിന് ഇപ്പൊ നമ്മുടെ സഹായം ആവശ്യമാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിന് പിക്കലോ പറയും, നമുക്ക് ഈ അവസരത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മുടെ അവസ്ഥ അതിൽ മോശമാണെന്ന് പറയും. അതേസമയം ഇവിടെ കോമയാണെങ്കിൽ വലിയൊരു പവർ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഗോകുവിന് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അത് കണ്ട് ഗോകു ആണെങ്കിൽ ഞെട്ടും. അവൻ വേണ്ട എന്ന് പറയുമ്പോ എൽഡർ കാമിയാണെങ്കിൽ ഗോകുവിന്റെ അടുത്തേക്ക് വരും. അദ്ദേഹം ഗോകുവിന്റെ അടുത്തേക്ക് വന്ന് വലിയൊരു പവർ ഗോകുവിന്റെ ബോഡിയിലേക്ക് അയക്കുകയാണ്. അടുത്ത നിമിഷം ഗോകുവിന്റെ പവർ അതങ്ങനെ 10 മടങ്ങായി വളർന്ന് അവൻ ഫുൾ റെഡ് കളറിലേക്ക് മാറി. അവന്റെ ആ വാല് അതങ്ങനെ മുളച്ച് അവൻ ഫുൾ ടെററായിട്ട് നിൽക്കും. ഗോകുവിന്റെ ആ പുതിയ ട്രാൻസ്ഫർമേഷൻ കണ്ട് എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. കോമയാണെങ്കിൽ ആ വലിയ പവർ ഗോകുവിന് നേരെ അയക്കും. ഗോകു ആണെങ്കിൽ അത് കോമയ്ക്ക് നേരെ തന്നെ തിരികെ അയക്കുകയാണ്. അത് കണ്ട് കോമ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഇവിടെ നമ്മുടെ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. വജീറ്റയ്ക്കാണെങ്കിൽ കുറച്ച് അസൂയൊക്കെ തോന്നും. ഗോകുവിന് ഇത്രയധികം പവറോ? ഗോകു ആണെങ്കിൽ അവന്റെ കൈകളിലേക്കും ശരീരത്തിലേക്കും പുറകിലെ വാലിലേക്കൊക്കെ നോക്കും. അവന്റെ ട്രാൻസ്ഫർമേഷൻ കണ്ട് അവൻ തന്നെ അത്ഭുതം. ഞാൻ നിന്നെ തകർക്കാൻ വരികയാണെന്ന് ഗോകു ആണെങ്കിൽ കോമയോട് പറഞ്ഞ് ഇപ്പൊ എൽഡൻ നമുക്കേനെ നോക്കും. ആളാണെങ്കിൽ ഗോകുവിനെ നോക്കി തലയാട്ടി കാണിക്കുകയാണ്. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ ഇപ്പൊ അവന്റെ നേർക്ക് പാഞ്ഞു പോവും. ഗോകുവും കോമയാണെങ്കിൽ വീണ്ടും പൊരിഞ്ഞ അട്ടി ഇട്ടി ബഹളം. ഗോകുവിന്റെ ഓരോ അടിയും ഇട്ടി പോലെ കോമയുടെ ദേഹത്ത് മുഴങ്ങുകയാണ്. ആ സമയത്ത് അവനാണെങ്കിൽ വീണ്ടും അവന്റെ ആ ഒരു പവർഫുൾ കണ്ണ് ഉപയോഗിക്കും. അതിൽ നിന്ന് പുതിയ പവർ പുറത്തേക്ക് വന്ന് ഗോകുവെ തെറിപ്പിച്ച് ദൂരത്തേക്ക് കൊണ്ടുപോകും. പിന്നീട് നിർത്താതെ അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടി ഇടി ബഹളം. കോമയാണെങ്കിൽ ഇപ്പൊ അവന്റെ കണ്ണിന്റെ പവർ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളെല്ലാം മുകളിലേക്ക് കൊണ്ടുവരും. ഗോകു ആണെങ്കിൽ അവനെ കാലിൽ പിടിച്ച് വലിച്ചു താഴേക്കിട്ടതിന് ശേഷം ഒരു വലിയ പവർ അവർ നേരെ ഉപയോഗിക്കുകയാണ്. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റക്കായി പോവും. അപ്പൊ ചുറ്റുമുള്ള നമ്മുടെ ആൾക്കാർ അവർ ഓരോരുത്തരായി ഇപ്പൊ ഗോകുവിനെ സഹായിക്കാൻ ഗോകുവിന്റെ അടുത്തേക്ക് വരികയാണ്. കൂ ആണെങ്കിൽ ഡൂവിന് കട്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അവന്റെ അടുത്തേക്ക് വന്ന നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് വീണ്ടും കോമയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ടാമഗാമി ആണെങ്കിൽ ആളുടെ സ്ക്വാഡൊക്കെ വെച്ച് കോമയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ പവർഫുൾ ആയ പഞ്ചുകള് അതങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അവന്റെ ഓരോ പഞ്ചിലും ആ ഒരു ബിൽഡിങ് അത് കുറേശ്ശെ തകർന്നു വീഴുകയാണ്.
ഗോക്കുവിന്റെ നിരന്തരമായിട്ടുള്ള അറ്റാക്കിൽ അവൻ അടിച്ചു വീഴുമെങ്കിലും വീണ്ടും കോമയാണെങ്കിൽ ഉയർന്നു വരികയാണ്. അത് കണ്ട ബ്ലൂമാൻ ആണെങ്കിൽ ശ്വാസം വലിച്ചുവിടും. അതിനുശേഷം ഒരു സെക്കൻഡ് ഗോക്കുവിനെ നോക്കും. ഗോക്കുവിന്റെ അൾട്ടിമേറ്റ് പവർ കണ്ട് ഇപ്പൊ അവന്റെ എക്സ്ട്രീം പവറിലേക്ക് പോവാണ്. പിന്നാലെ പിക്കോലോയും അവന്റെ എക്സ്ട്രീം പവറിലേക്ക് പോയി അവരെല്ലാവരും ടീമായിട്ട് കോമയായിട്ട് ഫൈറ്റ് ചെയ്യും. അവരാണെങ്കിൽ അവരുടെ പവർ ഉപയോഗിക്കുന്ന അതേ സമയം കോമയാണെങ്കിൽ അവന്റെ വലിയൊരു പവർ ആ കണ്ണിലൂടെ ക്രിയേറ്റ് ചെയ്ത് അവർ രണ്ടുപേരെ അടിച്ച് തെറിപ്പിക്കും. ബോധം പോയി അവർ നാനാഭാഗത്തേക്ക് തെറിച്ചു പോവും. ആ സമയം ഗോക്കു ഉഷാറായിട്ട് ഹാമേ പവർ അത് ക്രിയേറ്റ് ചെയ്യാണ്. അത് കണ്ട കോമയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് ഇപ്പൊ ഗോക്കുവിനെ പഞ്ച് ചെയ്യും. പഞ്ചില് പൂർണ്ണമായിട്ടും തകർന്ന് ഗോക്കു ആണെങ്കിൽ കറങ്ങിപ്പോവും. അത് കണ്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവുമ്പോൾ ഗോക്കു ആണെങ്കിൽ വീണ്ടും കണ്ണു തുറന്ന് ആ ഹാമേ പവർ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അവന്റെ നേർക്ക് വരികയാണ്. അത് കണ്ട് കോമ ഞെട്ടും. അങ്ങനെ ഒരു ട്വിസ്റ്റ് അവൻ പ്രതീക്ഷിച്ചതല്ല. ഗോക്കു ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഹാമേ പവർ ഉപയോഗിച്ച് അവനെ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ ആ ഒരു സ്ഥലത്തിന്റെ പകുതി ഭാഗം തകർന്ന് വലിയൊരു കുഴിയിലേക്ക് അവൻ വീണു പോവാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും കോമയുടെ കാറ്റ് പോയെന്ന് അറിയാനായിട്ട് പതിയെ അടുത്തേക്ക് വരും. പ്രിൻസസിന്റെ കയ്യില് സേഫ് ആയിട്ടിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ വലിയ കുഴിയുടെ അടുത്തേക്ക് വന്ന് താഴേക്ക് നോക്കും. അപ്പൊ അവൻ കാണും ആ കണ്ണിന്റെ സൈസ് അതങ്ങനെ വലുതായി വലിയൊരു പവർ പതിയെ പുറത്തേക്ക് വരും. മാത്രമല്ല ആ കോമയുടെ സൈസ് ഇപ്പൊ 10 മടങ്ങായിട്ട് വലുതായിരിക്കുകയാണ്. അവൻ മുകളിലേക്ക് വന്ന് ഗോക്കുവിനെ ആയിരിക്കും ആദ്യം ദൂരേക്ക് തെറിപ്പിച്ച് കളയുക. അത് കണ്ട് എല്ലാവരും ഞെട്ടും. ഗോക്കു ആണെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് അവനെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ ഗോക്കുവിനെ ഇടിച്ചിട്ട് ഒരു ഗോളത്തിനങ്ങനെ ലോക്ക് ചെയ്യാണ്. ആ ഗോളത്തിലേക്ക് ഒരുപാട് പവർ കൊണ്ടുവന്ന് ഗോക്കുവിനെ സൂപ്പർ സയൻ മോഡിലേക്ക് പവർ ചുരുക്കും. സയൻ മോഡിലേക്ക് കൊണ്ടുവന്ന് അവസാനമായിട്ട് നോർമൽ മോഡിലേക്ക് കൊണ്ടുവന്ന് അവനെ താഴേക്കിടുകയാണ്. ആ സമയത്ത് ബ്ലൂമാനെ ഇപ്പോ ആ ഒരു സയന്റിസ്റ്റ് ലേഡി കോണ്ടാക്ട് ചെയ്യും. സിറ്റുവേഷൻ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ആ 2 ഡ്രാഗൺ ബോൾസും എടുത്ത് എന്റെ അരികിലേക്ക് വരിക എന്നായിരിക്കും ആ ലേഡി പറയുക. അത് കേട്ട് അവൻ ഓക്കെ പറഞ്ഞ് ഇപ്പോ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് 2 ഡ്രാഗൺ ബോൾ വാങ്ങിക്കുകയാണ്. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് അവളുടെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ അവളോട് പറയും ഇപ്പോൾ ചെയ്യുന്നത് മോശമാണ്. അത് കേട്ട് അവളാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നടത്താനാണ് നിന്നെ ഞാൻ അവർക്കിടയിലേക്ക് അയച്ചത്. സത്യത്തിൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോമയെ തടഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാം അവൻ നാമാവശേഷമാക്കും. ഈ ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ ഡീമൺ കിങ്ങിന്റെ പവർ അത് ഞാൻ നേടിയെടുക്കും. അതിനുശേഷം ഞാൻ തന്നെ ആ കോമയെ തോൽപ്പിക്കുന്നു പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിക്കും. ആണെങ്കിൽ ഒരു സെക്കൻഡ് ഗോക്കു ഫൈറ്റ് ചെയ്യുന്നതും ഗോക്കു ആൻഡ് ടീമിന്റെ കഷ്ടപ്പാടും അതൊക്കെ തന്നെ ആലോചിക്കും. അതിനുശേഷം ആ ഡ്രാഗൺ ബോൾ അവിടേക്ക് കൊണ്ടുവച്ച് ഇപ്പോ നമക്കൻ വേർഡിൽ ആ ഒരു ഡ്രാഗണെ വിളിക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് അവിടെ മുഴുവൻ ഡാർക്കായി മാറി അവിടേക്ക് ഇപ്പോൾ ആ ഡ്രാഗൺ വരാനായിട്ട് തുടങ്ങും. ആ ശബ്ദം കേട്ട് കോമയും നമ്മുടെ ആൾക്കാരും എല്ലാവരും അവിടേക്ക് നോക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും അതിനെ നോക്കി നിൽക്കുമ്പോൾ ബുൽമയാണെങ്കിൽ വിളിച്ചു പറയും അത് ഷെൽട്രോൺ ആണ്. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും തിരിച്ചറിയും ആ ഒരു ബ്ലൂമാൻ അവരെ ചീറ്റ് ചെയ്യുകയായിരുന്നുവെന്ന്. ഇവിടെ എൽഡർ കായാണെങ്കിൽ ആ എൽഡർ നമുക്കിയാണെങ്കിൽ അതിനെ തന്നെ നോക്കുകയാണ്. കോമയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്രകാരം ചെയ്യും. കോമയാണെങ്കിൽ ഇപ്പോ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞു വരും. പക്ഷെ അതിലൊറ്റ ഞൊട്ടിന് ഇപ്പൊ കോമയെ തെറിപ്പിച്ച് കളയാണ്. ഇവിടെ സയന്റിസ്റ്റ് പെണ്ണാണെങ്കിൽ ബ്ലൂമാനോട് പറയും എത്രയും വേഗം എന്റെ വിഷ് അതിനോട് പറ, അടുത്ത സുപ്രീം ഡീമൺ കമാൻഡറാക്കി എന്നെ മാറ്റ്. ഇവിടെ ആ ഒരു ഡ്രാഗണാണെങ്കിൽ നിങ്ങളുടെ വിഷ് അത് സാധിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയും. അവളാണെങ്കിൽ നിർബന്ധിക്കും. വേറെ വഴിയില്ലാതെ ആ ഒരു നമക്കിയൻ ഭാഷയിൽ അവനത് പറയാണ്. അടുത്ത നിമിഷം അത് ആ വിഷ് അത് ആക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കണ്ട് ആ ഒരു സയന്റിസ്റ്റ് ലേഡി അവൾ ഹാപ്പി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.